നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലി ഇറങ്ങിയതായി പരാതി. പ്രദേശവാസികൾ ഭീതിയിൽ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഉടൻ പുറപ്പെടും. അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. വിദ്യാലയ വളപ്പിനെ വർണ്ണാഭമാക്കി ചെണ്ടുമല്ലി പൂപ്പാടം. കാസർഗോഡ് കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെണ്ടുമല്ലി പൂന്തോട്ടമൊരുക്കിയത്. കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിൽ ഏണിയാർപ്പ് കുടിവെള്ള പദ്ധതി മുടങ്ങി. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ താലൂക്ക് തല ഓണം ഫെയറിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഓണം കളറാക്കാൻ ഹരിതകർമ്മസേനയും. തൃക്കരിപ്പൂർ ടൗണിൽ പൂവിപണി തുറന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലി ഇറങ്ങിയതായി പരാതി. വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും തോട്ടങ്ങളിൽ ചെളിയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു. ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലി ഇറങ്ങിയത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. ചെറ്റത്തോട് അനിൽകുമാറിന്റെ തോട്ടത്തിലാണ് പുലിയുടെ കാൽപ്പാടുകൾ ചെളിയിൽ പതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ മറ്റു തോട്ടങ്ങളിലും കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. ഇരിയണ്ണിയുടെ സമീപ പ്രദേശങ്ങളിലായി 2 ദിവസം മുൻപാണ് വനംവകുപ്പ് 4 ക്യാമറകൾ സ്ഥാപിച്ചത്. ഇവയിലൊന്നും തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്ന് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ CV വിനോദ് കുമാർ പറഞ്ഞു. 2 ദിവസം മുൻപ് ചെറ്റത്തോട്ടത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള കുണിയേരി പുതിയ വീട്ടിൽ പുലിയെ കണ്ടിരുന്നു. പുലി ഇറങ്ങുന്നത് പതിവായതോടെ കുണിയേരി, മിന്നംകുളം, ചെറ്റത്തോട്, ബേപ്പ് ഭാഗങ്ങളിലുള്ളവർക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ വീട്ടിലെ കുട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ആ കുട്ടി ഇതൊരു ഭാഗ്യത്തിന് മാത്രമാണ് ആ കുട്ടിയുടെ ജീവനൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. അത് ആ ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അത് ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാൻ പറ്റൂല. ഇനി ഒരു ജീവൻ അപഹരിക്കുന്നതിന് മുമ്പ് തന്നെയായി ഇവിടെ ഒരു കൂട് സ്ഥാപിച്ച് അത് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യങ്ങളും എന്താണ് പുലിയെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാജീവിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പുറത്തുവിടുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഭീതിതമായ അവസ്ഥയിലേക്ക് പോകുമെന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആ രീതിയിലേക്ക് നല്ല ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രതിഷേധങ്ങൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനവും യുവജന സംഘടനകളും ഇവിടുത്തെ ക്ലബ്ബുകൾ, വായനശാലകൾ തുടങ്ങി എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായി മനുഷ്യ ജീവന് വേണ്ടി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഈ നാട്ടിലുണ്ട്. ആ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതുവരെയും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്താൽ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ആരംഭിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ നാളെ പുറപ്പെടും. ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കാൻ ചുരുങ്ങിയത് 30 മണിക്കൂറെങ്കിലും വേണ്ടിവരും. ശനിയാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ബുധനാഴ്ച ഡ്രഡ്ജർ പുറപ്പെടും. കാലാവസ്ഥ മെച്ചപ്പെടുന്നുവെന്നാണ് കാർവാറിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലെ വിലയിരുത്തൽ. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് നിലവിൽ തെരച്ചിലിന് അനുകൂലമെന്നും വിലയിരുത്തലുണ്ട്. ഗോവയിൽ നിന്നും ശിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുവാൻ 30 മുതൽ 40 മണിക്കൂർ സമയം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ചയോടെ തിരച്ചിൽ തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിലെ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് സെപ്റ്റംബർ 11 വരെ ഉത്തര കന്നഡ ജില്ലയിലും കർണാടകയുടെ തീരദേശ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഗംഗാവലിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്താൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിട്ടേക്കും. കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജറാണ് ടഗ് ബോട്ടിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുവാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, KCN. വിദ്യാലയ വളപ്പിനെ വർണ്ണാഭമാക്കി ചെണ്ടുമല്ലി പൂപ്പാടം. കാസർഗോഡ് കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. ഈ പൂവുകൾ ഉപയോഗിച്ച് സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളമൊരുക്കുവാനാണ് തീരുമാനം.
വിദ്യാലയ വളപ്പിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുനിൽക്കുന്നത് കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കും. കോളിയടുക്കം ഗവൺമെൻറ് UP സ്കൂളിലെ തോട്ടത്തിലാണ് ഈ മനോഹര കാഴ്ച. 200ഓളം ചെണ്ടുമല്ലി തൈകളുള്ള പൂന്തോട്ടമാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. ജൂണിലാണ് ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചത്. മികച്ച പരിപാലനം നൽകിയതോടെ തൈകളെല്ലാം സമൃദ്ധമായി വളർന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഒഴിവു സമയങ്ങൾ തോട്ടത്തിൽ ചിലവഴിച്ചു. കളകൾ പറിച്ചും വെള്ളം നനച്ചും പൂന്തോട്ടത്തിന് മികച്ച പരിചരണം നൽകിയപ്പോൾ ചെടികൾ സമൃദ്ധമായി വളർന്നു. മനോഹരമായ പൂക്കളും വിരിഞ്ഞു. ആ പൂക്കളം നമ്മുടെ പൂക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ വീടുകളിലും ഈ ഒരു മനോഭാവം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. പ്രത്യേകിച്ചും ഇന്നെല്ലാവരും ഈ വാണിജ്യ സംസ്കാരമാണ്, എല്ലാം കടയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ആവേശമാണ്. ഇപ്പോൾ കുട്ടികളെല്ലാം പറയുന്നത് അത് തരുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ വീട്ടിലൂടെ ഉണ്ടാക്കണം എന്നാണ് പറയാറ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം, കൃഷിയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുക, അതുപോലെ പൂന്തോട്ടം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാക്കി അവരെ കൂടി കൃഷിയിലേക്കും അതുപോലെ നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു മോഡൽ. കൂടുതലൊന്നുമില്ല, നമ്മളിപ്പോൾ 200 ചെടി മാത്രമാണ് ഇവിടെ നട്ടത്. ആ 200 ചെടിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് പൂക്കൾ ഉണ്ടായത്. ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കൾ ഉപയോഗിച്ച് സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളമൊരുക്കുവാനാണ് തീരുമാനം. ഇതിനായുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിൽ ഏണിയാർപ്പ് കുടിവെള്ള പദ്ധതി മുടങ്ങി. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് പദ്ധതി താളം തെറ്റിയത്. ഇതോടെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയത്. 2006 മുതലാണ് ഏണിയർപ്പ് കുടിവെള്ള പദ്ധതി 50ഓളം കുടുംബങ്ങൾക്കായി ആരംഭിച്ചത്. മികച്ച രീതിയിൽ മുന്നോട്ടു പോയ പദ്ധതി വൈദ്യുതി കുടിശ്ശിക അടക്കാത്തതിനെ തുടർന്നാണ് പ്രതിസന്ധിയിലായത്. ഉപഭോക്താക്കൾ പണം പഞ്ചായത്തിൽ അടച്ചെങ്കിലും KCBക്ക് പണം നൽകിയില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കുടിശ്ശികയായി 12 ലക്ഷം രൂപയാണ് അടക്കാനുള്ളത്. കുടിവെള്ളത്തിനായി ഈ പദ്ധതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ബദൽ മാർഗങ്ങൾ പഞ്ചായത്ത് ഒരുക്കി നൽകിയില്ലെന്നാണ് മറ്റൊരാക്ഷേപം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട്. കറണ്ട് ബില്ല് ഇപ്പോൾ നമ്മളല്ല, കമ്മിറ്റിക്കാരായ പിന്നെ എല്ലാവരും മാസം തോറും ബില്ല് കെട്ടുന്നുണ്ട്, ഇവർ കൊണ്ടുപോയിട്ട് അടക്കുന്നുണ്ട്. പഞ്ചായത്തുകാർ അടക്കുന്ന സമയത്ത് പോലും അവർ കെട്ടാത്തത്. ഇപ്പോൾ 12 ലക്ഷത്തോളം ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഫീസ് ഊരിയിട്ട് അവർക്ക് തോന്നുമ്പോൾ അവർ ഫീസ് ഊരിയിട്ട് പോകുന്നു. ഇനിയിപ്പോൾ എന്താക്കേണ്ടത് നമുക്കറിയില്ല. സംഭവം എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. നമുക്കിപ്പോൾ കമ്മിറ്റിക്ക് തന്നതിന് ശേഷമല്ലേ നമുക്കറിയുന്നത്. അവരിപ്പോൾ എത്രത്തോളം ഒരു മുടങ്ങാതെ പൈസ കിട്ടുന്നുണ്ട്. പഞ്ചായത്തുകാർ ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടി എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വെള്ളം കിട്ടണം. സംഭവം നമ്മൾ ഇതേ ഒരു വെള്ളത്തിനാണ് ജീവിക്കുന്നുള്ളത്. വേറെ ഒന്നും നമുക്കിപ്പോൾ ഒരു കുഴൽ കിണർ കുത്താനൊന്നും അവസ്ഥയിൽ നമുക്കില്ല. ഇപ്പോൾ ഈ അവസ്ഥയിൽ വർഷങ്ങൾക്ക് മുൻപുള്ള കുടിശ്ശിക ഉടൻ അടച്ചു തീർത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം തുടരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ നടക്കുന്ന താലൂക്ക് തല ഓണം ഫെയറിന് തുടക്കമായി. പീപ്പിൾസ് ബസാറിലാണ് ഫെയർ ആരംഭിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 10 മുതൽ 14 വരെ നടക്കുന്ന താലൂക്ക് തല ഓണം ഫെയറിന് കാസർഗോഡ് പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഓണത്തിന് നമ്മളെല്ലാവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും സന്തോഷത്തോടെ കഴിഞ്ഞു വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മുടെ സപ്ലൈകോ ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംവിധാനം നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇന്നത്തെ ഈ യോഗത്തിലും അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഉണ്ടാവുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ വന്ന ആളുകൾ ഇതുമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഭക്ഷ്യ സാധനങ്ങൾ മുഴുവൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോപ്പ്, പേസ്റ്റുകൾ, മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വിലക്കുറവിൽ വാങ്ങിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പീപ്പിൾ ബസാർ ഔട്ട്ലെറ്റ് മാനേജർ R. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലത ടീച്ചർ ആദ്യ വിൽപ്പന നടത്തി. PV കുഞ്ഞമ്പു, V. രാജൻ, വരപ്രസാദ് K, CMA ജലീൽ, ഉബൈദുള്ള കടവത്ത്, സിദ്ദീഖ് ചേരങ്കൈ, മുഹമ്മദ് സാലി, അബ്ദുൾ റഹ്മാൻ ബാങ്കോട്, അസൈനാർ നുള്ളിപ്പാടി, നന്ദകുമാർ PT,
നാഷണൽ അബ്ദുള്ള, VK രമേശൻ എന്നിവർ സംബന്ധിച്ചു. സപ്ലൈകോ കാസർഗോഡ് ഡിപ്പോ മാനേജർ രവീന്ദ്രൻ M സ്വാഗതവും കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ B കൃഷ്ണനായിക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണത്തെ വരവേൽക്കുവാൻ കാസർഗോഡ് നാമൻസ് മോട്ടോഴ്സ് ഷോറൂമിൽ TVS ജുപ്പിറ്ററിന്റെ പുത്തൻ പതിപ്പായ ജുപ്പിറ്റർ 110 എത്തി. പവർഫുൾ എഞ്ചിനും സ്ലീക്ക് ഡിസൈനും സ്മാർട്ട് ഫീച്ചറുകളും സവിശേഷതയേകുന്ന ജുപ്പിറ്റർ 110 ഇരുചക്ര വാഹന രംഗത്തെ പുതിയ താരോദയമാണ്. നാമൻസിൽ ഓണത്തോടനുബന്ധിച്ച് സ്കൂട്ടറുകൾക്കെല്ലാം മികച്ച ഓഫറുകളും ലഭ്യമാണ്. ഇരുചക്ര വാഹന പ്രേമികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഒട്ടേറെ മികവുകളുമായി പുറത്തിറങ്ങിയ TVSന്റെ പുതുപുത്തൻ മോഡലായ ജുപ്പിറ്റർ 110cc. ഓണത്തെ വരവേൽക്കുന്നതിനായി കാസർഗോഡ് നാമൻസ് മോട്ടോഴ്സ് ഷോറൂമിൽ ഇരുചക്ര വാഹന രംഗത്തെ ഈ പുതിയ താരോദയവും എത്തിയിരിക്കുകയാണ്. മുൻ മോഡലുകളെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളാണ് കമ്പനി പുതിയ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ആകർഷകമായ രൂപവും കരുത്തുറ്റ എഞ്ചിനും സ്റ്റൈലിഷ് ഡിസൈനും സ്മാർട്ട് ഫീച്ചറുകളുമാണ് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷത. 14 ബെസ്റ്റ് ഇൻ ഫീച്ചേഴ്സും 15 ഫസ്റ്റ് ഇൻ ഫീച്ചേഴ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്മാർട്ട് കണക്ട് വിത്ത് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ, അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, ലാർജസ്റ്റ് ലെഗ് സ്പേസ്, കൂടിയ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എല്ലാം ജുപ്പിറ്റർ 110ന്റെ സവിശേഷതകളാണ്. ഇൻഫിനിറ്റി ലാമ്പ്, ഫ്രണ്ട് ഫ്യുവൽ ടാങ്ക് ഓപ്പൺ സിസ്റ്റം, ഫോളോ മീ ഹോം എന്നീ നൂതന ഫീച്ചറുകളും ജുപ്പിറ്റർ 110നെ വ്യത്യസ്തമാക്കുന്നു. മൈലേജ് കൂട്ടുവാൻ സഹായിക്കുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും പുതിയ ജുപ്പിറ്ററിൽ നൽകിയിട്ടുണ്ട്. കമ്പനി പുതിയ 113cc എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഐഗോ അസിസ്റ്റ് മൈക്രോ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും ഈ സ്കൂട്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. TVSന്റെ ഏറ്റവും പുതിയ വാഹനമായ ജുപ്പിറ്റർ 110cc 14 ബെസ്റ്റ് ഇൻ ഫീച്ചേഴ്സും 15 ഫസ്റ്റ് ഇൻ ഫീച്ചേഴ്സും ഈ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ബ്രാൻഡും നൽകാത്ത വിധത്തിലുള്ള ഇൻഫിനിറ്റി ലാമ്പ് സിസ്റ്റവും അതുപോലെ ഫ്രണ്ട് ഫുൾ ടാങ്ക് ഓപ്പൺ സിസ്റ്റവും ഈ വാഹനത്തിൽ ലഭ്യമാണ്. കൂടാതെ ഓണം ഓഫറിനോടനുബന്ധിച്ച് TVSന്റെ എല്ലാ വാഹനങ്ങൾക്കും ലോ ഡൗൺ പേയ്മെൻറ്റ് സ്കീമും ലഭ്യമാണ്. ഒട്ടേറെ ഫീച്ചറുകളുമായി പുറത്തിറങ്ങിയ ജുപ്പിറ്റർ 110 പുതിയ റൈഡിംഗ് അനുഭവമായിരിക്കും ഇരുചക്ര വാഹന പ്രേമികൾക്ക് നൽകുകയെന്നും ഈ ഓണക്കാലത്ത് വാഹനം സ്വന്തമാക്കുവാൻ മികച്ച അവസരമാണിതെന്നും ഷോറൂം അധികൃതർ അറിയിച്ചു. നാമൻസിൽ ഓണത്തോടനുബന്ധിച്ച് സ്കൂട്ടറുകൾക്കെല്ലാം മികച്ച ഓഫറുകൾ ലഭ്യമാണ്. ഉപഭോക്താക്കൾ ഓണം ഓഫറുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഷോറൂം അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളികളുടെ ദേശീയോത്സവമായ ഓണക്കാലത്ത് പൊതുവിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്തി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ടൗണിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ M രാജഗോപാലൻ MLA നിർവഹിച്ചു. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന പരിപ്പും പയറും പഞ്ചസാരയും മുളകും ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഓണവിപണി കൂടി ലക്ഷ്യമിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. M രാജഗോപാലൻ MLA ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോഴും നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താനും അതുവഴി ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താനുമാണ് ഇന്നും ഈ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. ഇടക്കാലത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വലിയ പ്രയാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലമായിട്ട് പ്രതിസന്ധികൾ എന്തുണ്ടായാലും സാമ്പത്തിക പരിമിതികളുണ്ടായാലും സാധാരണ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ ജീവിത പ്രയാസങ്ങളും എല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. സപ്ലൈകോ മാനേജർ KV രാഹുൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, M ഗംഗാധരൻ, MV സുകുമാരൻ, C ബാലൻ, E ബാലകൃഷ്ണൻ, AG ബഷീർ, E നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാലിന്യങ്ങൾ തരംതിരിച്ച് കയറ്റി അയച്ച് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃക്കരിപ്പൂർ ടൗണിൽ പൂവിപണി തുറന്നു. സേനാംഗങ്ങളായ 10 പേർ നേതൃത്വം വഹിക്കുന്ന ഹരിത ഫ്ലവേഴ്സ് പൂവിപണിയിൽ തുടക്കക്കാരാണെങ്കിലും പൂക്കൾ ഉപയോഗിച്ച് കാറും വേദികളും അലങ്കരിക്കുന്നതിലും പരിശീലനം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പച്ചപ്പട. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ച് ഓരോ വാർഡുകളെയും മാലിന്യമുക്തമാക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മസേന പുതിയ പാതയിലേക്ക് കൂടി കാൽ വെച്ചു കഴിഞ്ഞു. തൃക്കരിപ്പൂർ ടൗൺ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിലാണ് പൂവിപണി പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ പിന്തുണയോടെയുള്ള ഹരിതകർമ്മസേനയുടെ സംരംഭം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു.
ഇന്ന് ജില്ലയിൽ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് തൃശ്ശൂർ. ആ നിലയിൽ തന്നെ ഈ ശുചിത്വമേഖലയിൽ ഏറെ സ്വാധീനം ചെലുത്തി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഹരിത കർമ്മസേന അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നതുകൂടി പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തു, അത് നടപ്പിലാക്കി. തീർച്ചയായും അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങളിലും തീർച്ചയായും ഈ ഒരുപാട് പദ്ധതികൾ നമുക്ക് ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താനുണ്ട്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. പ്രാരംഭഘട്ടത്തിൽ പൂക്കൾ എത്തിക്കുന്നതിൽ ഇടനിലക്കാരുണ്ടാകുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ നേരിട്ട് പൂക്കൾ എത്തിച്ചുള്ള വിപണനമാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ പൂക്കൾ ലഭിക്കുന്ന തരത്തിൽ 2 സേനാംഗങ്ങൾക്ക് ഒരു ദിവസം ചുമതല നൽകിയാണ് ഹരിത പ്രവർത്തിക്കുന്നത്. വയലറ്റ്, പിങ്ക്, ആസ്റ്റർ മുതൽ വിവിധ തരത്തിലുള്ള പനിനീരും ചെണ്ടുമല്ലിയും വാടാർമല്ലിയും വരെയുള്ള 20-ൽ പരം ഇനം പൂക്കളാണ് ഈ ആഴ്ച വിൽപ്പനയ്ക്കുള്ളത്. പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് ഹരിതസേനയുടെ പൂക്കടയിൽ വിലക്കുറവുമുണ്ട്. ഹരിത ഫ്ലവേഴ്സിലെ സേനാംഗങ്ങൾക്ക് മാലകളും മറ്റും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകിയിരുന്നു. ഉദ്ഘാടന ഭാഗമായി വെള്ളാപ്പ് മീലിയാട്ട് കല്യാണ വീട്ടിലെ കാർ ഡെക്കറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. പുതുതായി സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസിന്റെയും മെലാമിൻ പ്ലേറ്റിന്റെയും 2 യൂണിറ്റുകൾ ആരംഭിക്കാനും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 1500 മുതൽ 2000 വരെ സ്റ്റീൽ മെലാമിൻ പ്ലേറ്റ് ഗ്ലാസ് യൂണിറ്റുകൾ വാടകയ്ക്ക് നൽകും. ഹരിത കർമ്മസേനയുടെ ചുമതല വഹിക്കുന്ന SK പ്രസൂൺ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ E ശശിധരൻ, KV കാർത്തിയായനി, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, N സുകുമാരൻ, PV ദേവരാജൻ, N സിനി, VV രാജശ്രീ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പട്ടികജാതിക്കാരനായ യുവാവിനെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ദളിത് സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. വെള്ളിയാഴ്ച കാസർഗോഡ് പോലീസ് SMS ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് SC/ST കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മല്ലത്ത് പട്ടികജാതിക്കാരനായ യുവാവിനെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ദളിത് സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. പട്ടികജാതി വിഭാഗത്തിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ഏതാനും പേർ ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചതിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ചേർക്കണമെന്നാവശ്യപ്പെട്ട് 13-ന് കാസർഗോഡ് പോലീസ് SMS ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് SC/ST കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും സംഘടനാ നേതാക്കൾ ആരോപിച്ചു. 2 ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരു സെക്ഷനുകളും ചേർക്കാണ്ടാണ് അവർ കേസെടുത്തിരിക്കുന്നത്. റോഡുകൊണ്ട് അടിച്ചതാണ്. അതെല്ലാം വീഡിയോയിലും CC ക്യാമറയിലും കാണുന്നുണ്ട്. അപ്പോൾ ആ CC ക്യാമറനെ സീസ് ചെയ്തിട്ട് FSLലേക്ക് അയച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. 13-ാം തീയതി SMS ഓഫീസ് മുമ്പാകെ ഞങ്ങൾ ഒരു ധരണി സത്യാഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാണിക്കാണ്ട് അവർ ഉടൻ തന്നെ വേണ്ട നടപടികൾ എടുക്കണം. നമ്മളെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. AIC SC/STU സംസ്ഥാന പ്രസിഡന്റ് N ബാബു, ജില്ലാ പ്രസിഡന്റ് I ലക്ഷ്മണൻ, ഹരിറാം കുളൂർ, രാമപ്പ മഞ്ചേശ്വര, രാജു വിദ്യാനഗർ, രമേശ് മധൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബേക്കൂർ അഗർത്തിമൂല അങ്കണവാടിയിൽ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമത്ത് റുബീന ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ മംഗൽപാടിയുടെയും ആഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സംഘടിപ്പിച്ച ക്യാമ്പ് മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമത്ത് റുബീന ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന അധ്യക്ഷത വഹിച്ചു. സിറ്റ്സ് ചെയർപേഴ്സൺ സുശീല, സ്കൂൾ കൗൺസിലർ സുഷമ ബേക്കൂർ, PTA പ്രസിഡന്റ് അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബിന്ദു KK യോഗ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ സൗജന്യ വൈദ്യ പരിശോധനയും മരുന്നു വിതരണവും രക്തപരിശോധന, ആരോഗ്യ യോഗ തുടങ്ങിയവ നടന്നു. മെഡിക്കൽ ഓഫീസർ രശ്മി സ്വാഗതവും സുമതി നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നായന്മാർ മൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് ഗുരുവന്ദനം സംഘടിപ്പിച്ചത്. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി സായമേം എന്ന പേരിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയുടെ ഭാഗമായി
TIHSS നായന്മാർ മൂല ഗുൽഷൻ ഉറുദു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു. ഹെഡ് മാസ്റ്റർ P. അനിൽകുമാർ, സീനിയർ അധ്യാപികയായ ശ്രീവിദ്യ, സ്റ്റാഫ് സെക്രട്ടറി ബിനോയ് ജോസഫ്, SRG കൺവീനർമാരായ മധു, കൗസിയ, ശോഭ, ലത്തീഫ് തുടങ്ങിയവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ ഉറുദു അധ്യാപകൻ MP സലീം അധ്യക്ഷത വഹിച്ചു. അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഇരിയണ്ണി ചെറ്റത്തോട്ടിൽ പുലി ഇറങ്ങിയതായി പരാതി. പ്രദേശവാസികൾ ഭീതിയിൽ. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഉടൻ പുറപ്പെടും. അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. വിദ്യാലയ വളപ്പിനെ വർണ്ണാഭമാക്കി ചെണ്ടുമല്ലി പൂപ്പാടം. കാസർഗോഡ് കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെണ്ടുമല്ലി പൂന്തോട്ടമൊരുക്കിയത്. കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിൽ ഏണിയാർപ്പ് കുടിവെള്ള പദ്ധതി മുടങ്ങി. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ താലൂക്ക് തല ഓണം ഫെയറിന് കാസർഗോഡ് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ഓണം കളറാക്കാൻ ഹരിതകർമ്മസേനയും. തൃക്കരിപ്പൂർ ടൗണിൽ പൂവിപണി തുറന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.